രാവിലെ എഴുന്നേറ്റ് അമ്മു അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ അമ്മൂന് അവിടെ ഇരിക്കണം. അവിടെ ഇരുന്നാണ് അമ്മു ചായ കുടിക്കുന്നത്. അപ്പം എനിക്കും ഒരു ടൈം പാസ്സാവും. ഒറ്റയ്ക്ക് ഇന്ന് അടുക്കളയിലെ ജോലിയൊന്നും ചെയ്യേണ്ട. അമ്മു ഉണ്ടെങ്കിൽ കുറേ കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിലപ്പോൾ അമ്മു എന്നെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ കഥയൊക്കെ പറഞ്ഞ് ഇന്ന് രാവിലെ ഇഡലി സാമ്പാറുമാണേ. അപ്പോൾ ഇഡലി രാവിലെ പുഴുങ്ങി വെച്ചു. അപ്പോൾ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തത് ഓമയ്ക്കാത്തോരനും മുട്ട പൊരിച്ച് ചമ്മന്തിയൊക്കെ അരച്ച് ജോലിക്ക് പോകുമ്പം ചോറ് കൊണ്ടുവന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ ജനലിനകത്തോട് ഇങ്ങനെ ഓമയിലോട്ട് നോക്കിയപ്പം ഞാൻ നോക്കി വെച്ചിരുന്ന ഓമയ്ക്ക കിളി കൊത്തിക്കൊണ്ട് പോയി. പിന്നെ അതിനപ്പുറത്തേക്കുന്ന ഓമയ്ക്ക ഒരുമാതിരി പഴുത്തിരിക്കും. അപ്പം ഞാൻ വെച്ച് താമസിപ്പിച്ചില്ല, ഞാൻ കൈയോടെ പോയി ഓമയ്ക്ക കുത്തിയിട്ടു. അന്നേരം അപ്പോൾ ആത്തക്കായും ഞാൻ കവർ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നോക്കിയപ്പോൾ ആത്തക്കായും പഴുത്തിട്ടുണ്ട്, ഓമയ്ക്കായും പഴുത്തിട്ടുണ്ട്. ഞാൻ പോയി രണ്ടും കൈയോടെ പറിച്ചുകൊണ്ട് പോയിരുന്നു. പിന്നെ ഞാൻ വന്ന സാമ്പാറിന് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചു. അപ്പോൾ രാവിലെ എഴുന്നേറ്റത് ഭയങ്കര ഉഷാറോടാണെങ്കിലും പിന്നെ എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഓമയ്ക്കാത്തോരൻ വെച്ചില്ല. ഓമയ്ക്ക കുത്തിയിട്ടു, പക്ഷേ ഓമയ്ക്കാത്തോരൻ വെച്ചില്ല. പിന്നെ കൈയുടെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് രാവിലെ പോകുമ്പം ജോലിയെല്ലാം ഒതുക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരുമ്പോൾ കുറച്ചൊക്കെ സമാധാനം കിട്ടുമെന്നുള്ള പ്ലാനിലും പദ്ധതിയിലുമാണ് രാവിലെ എല്ലാം ഒതുക്കുന്നത്. പക്ഷേ തിരിച്ചു വരുമ്പം അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ടം പൂട്ടിയ അവസ്ഥയാണ് ഞങ്ങളുടെ വീട്ടിൽ. പിന്നെ ഞാൻ രാവിലെ തന്നെ ഓമയ്ക്കയെല്ലാം അരിഞ്ഞു വെച്ചു, പഴുത്ത ഓമയ്ക്ക. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് അങ്ങ് ഓമയ്ക്ക കഴിക്കുകയാണ്. എന്നിട്ട് എല്ലാം വാരി അവളെടുത്ത് വെച്ച പാത്രത്തിനകത്തോട് ഇട്ട് വെച്ചു. ഞാൻ പറഞ്ഞു തിരിച്ചെറി എല്ലാം കൂടെ വാരി ഇട്ട് കഴിഞ്ഞാൽ അവൾ കഴിക്കത്തില്ല. അവൾ കഴിക്കും, നമുക്കറിയാമല്ലോ എന്തുമാത്രം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെ വെറും വയറ്റിലാണ് ഈ ഓമയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓമയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. ആത്തക്ക ഈ വർഷത്തെ ആദ്യത്തെ ആത്തക്കയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. പക്ഷേ അമ്മു കുറച്ച് കഴിച്ചു. അമ്മുവിന് മൊത്തം കഴിക്കാൻ വലിയ താല്പര്യമൊന്നും തോന്നിയില്ലെന്ന് തോന്നുന്നു. കുറച്ചേ കഴിച്ചുള്ളൂ. അമ്മും ജോനായും കുറച്ചേ കഴിച്ചുള്ളൂ. പക്ഷേ ഞാൻ അതിൻ്റെ പകുതി കഴിച്ചു, കാരണം നമുക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ ഞാൻ മീനോടൊന്ന് കുടിക്കാൻ വെള്ളം കൂടെ ഒക്കെ തെളിപ്പിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി ഒരു വീഡിയോ ഇടുന്നത്. ബൈ.